ഹലോ, ഇതൊരു സ്റ്റഡി വ്ളോഗാണ്. ഞാൻ നൈറ്റ് പഠിക്കാനൊന്ന് ഇരുന്നിട്ടുണ്ട്. ഞാൻ എടുത്തിട്ടുള്ളത് സോഷ്യൽ സയൻസിലെ ഫസ്റ്റ് ചാപ്റ്ററാണ്. ജോഗ്രഫിയിലെ ഒരു ഫസ്റ്റ് ചാപ്റ്ററാണ് എടുത്തിട്ടുള്ളത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ടഫായിട്ടുള്ള ചാപ്റ്റർ തന്നെയായിരുന്നു ഇത്. ജോഗ്രഫിയിൽ ഏറ്റവും ടഫായിട്ടുള്ള ചാപ്റ്ററായിരുന്നു ഇത്. ഫസ്റ്റൊക്കെ ഭയങ്കര ഈസി ആയിരുന്നു. ഞാൻ ഓർത്തത് എന്ത് സിമ്പിളായിട്ട് പഠിക്കാമെന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ കുറച്ചങ്ങോട്ട് എത്തിക്കഴിഞ്ഞപ്പോൾ എൻ്റെ കിളിയൊക്കെ പോയിട്ടോ. ഓൾറെഡി ഞാൻ ഇതിൻ്റെ ഒരു എക്സാം എഴുതിയിട്ടുണ്ട്. അത് വെച്ച് കഴിഞ്ഞാൽ PT1 ഒക്കെ ഇല്ലേ, അതേപോലെ ഞാൻ PT1 ആണ് എഴുതിയിട്ടുണ്ടായിരുന്നത് ഈ ചാപ്റ്ററിൻ്റെ. അപ്പോൾ അത് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ തലേന്നാണ് ടെക്സ്റ്റ് കിട്ടിയത്. അപ്പോൾ അതിനനുസരിച്ചുള്ള എന്താ പറയുക ക്വസ്റ്റ്യൻസൊക്കെ മാത്രമേ ഇട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇപ്പോൾ കുറച്ച് റിവിഷൻ ക്വസ്റ്റ്യൻസൊക്കെ കിട്ടി തുടങ്ങിയപ്പോഴാണ് മനസ്സിലായത്, സത്യം പറയാമല്ലോ അത് ശരിക്കും ഭയങ്കര പാടായിരുന്നു. ഞാൻ കുറേ കിടന്ന് കഷ്ടപ്പെട്ടിട്ടാണ് ഒരു കണക്കിന് ഇത്രയൊക്കെ ആക്കിയെടുത്തത്. ഫസ്റ്റൊക്കെ ഭയങ്കര സിമ്പിളാണ് ഗൈസ്, ഈ ചാപ്റ്റർ തുടങ്ങുമ്പോൾ ഫസ്റ്റൊക്കെ. പക്ഷെ പിന്നെ അങ്ങോട്ട് കയറി ഭയങ്കരമായിട്ട് പഠിച്ചെടുക്കാൻ കുറച്ച് ടൈം എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ സാധാരണ എപ്പോഴും പഠിച്ചു തുടങ്ങുക സയൻസാണ്. എന്നാലിപ്പോൾ സയൻസ് പഠിച്ചിട്ടുണ്ടെന്നാൽ ശരിയാവില്ല. കാരണം ഇത് ഞാൻ സ്കൂൾ തുറക്കുന്നതിൻ്റെ തലേന്ന് എടുത്ത വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ തലേന്നാണ് ഞാൻ പഠിക്കണത്. കാരണം നാളെ തന്നെ ഒരു എക്സാം ഉണ്ട്. സ്കൂൾ തുറക്കുന്ന അന്ന് തന്നെ നമുക്കൊരു ടെസ്റ്റ് പേപ്പറുണ്ട്. അപ്പോൾ അതിന് പഠിച്ചിട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് എക്സാമിനും യൂസ്ഫുൾ ആകുമല്ലോ എന്ന് ഓർത്ത് ഞാനൊന്നിരുന്ന് പഠിക്കുകയാണ്. അല്ലെങ്കിൽ ഞാൻ ഇന്നും സയൻസ് തന്നെ പഠിച്ചുകൊണ്ടിരുന്നാണ്. എനിക്ക് സയൻസിന് എപ്പോഴും നല്ല മാർക്ക് കിട്ടാറുണ്ട്, അതുകൊണ്ടാണ് ആ വിശ്വാസം. എങ്കിലും നമ്മളെപ്പോഴും അങ്ങനെയല്ലോ, ഇഷ്ടമുള്ളത് ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കും, എന്നിട്ട് എക്സാമിന് പോയിട്ട് പണിയും കിട്ടും. അപ്പം അതിലും നല്ലതല്ലേ നമ്മൾ ഓൾറെഡി നേരത്തെ തന്നെ തുടങ്ങി വെക്കുന്നതെന്ന് ഓർത്തിട്ടാണ് ഞാൻ എന്താ ഒന്ന് പഠിക്കുന്നത്. കാരണം അല്ലെങ്കിൽ നമുക്ക് എക്സാമിന് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ. അവിടെ എത്തുമ്പോഴത്തേക്കും ഒക്കെ മൊത്തത്തിൽ പണി പാളും. അല്ലെങ്കിൽ തലേന്ന് നമ്മൾ ഭയങ്കരമായിട്ട് ഇടങ്ങേറാവേണ്ടി വരും. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇപ്പം തന്നെ തുടങ്ങിയത്. ഇത്രയും നാളും സയൻസ് ആയിരുന്നു, ഇനിയും തുടങ്ങിയില്ലെങ്കിൽ പ്രശ്നമാകുമെന്ന് മനസ്സിലായി. അതുകൊണ്ടാണ് ഇരുന്ന് ഞാൻ ഇപ്പോഴും പഠിക്കുന്നത് കേട്ടോ. പിന്നെ ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്ന മെത്തേഡ് ഏതാണെന്ന് കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക, ഞാൻ എപ്പോഴും ഇങ്ങനെ കുഞ്ഞു കുട്ടിക്ക് മനസ്സിലാക്കി കൊടുക്കാവുന്ന രീതിയിൽ ഞാൻ ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യും. അതാണ് ഏറ്റവും വലിയ